മറ്റൊന്നുമല്ല. ഈ ധനതോളം ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുന്ന ഈ സൊസൈറ്റിക്ക് ഞാൻ കേൾക്കാതെ എൻ്റെ മുഖ്യ പ്രവർത്തകനായ ബിബിൻ എങ്ങനെയോ എൻ്റെ ഒരു പരിചയക്കാരനായിട്ട് മാറി. ഏതവസരത്തിലാണ് ഞാനിപ്പോഴും ഓർക്കുന്നില്ല. ഏതോ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടതോ ഇദ്ദേഹം എന്നെ ഒന്ന് കാണുകയും പരിചയപ്പെടുകയും ഉണ്ടായി. അപ്പോൾ അദ്ദേഹത്തെ അന്ന് കാണുമ്പോഴും പരിചയപ്പെടുമ്പോഴും അദ്ദേഹം ഒരു വലിയൊരു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തകനാണെന്നും ഞങ്ങൾ 200 അംഗങ്ങൾ, 200 ചെറുപ്പക്കാർ, 100 സുമനസ്സുകളായ വ്യക്തിത്വങ്ങൾ, കൂട്ടുകാർ ഒത്തുചേർന്ന് ഒരു പ്രതിമാസം ഇത്ര രൂപ വെച്ച് 250 രൂപ വെച്ചാണ് ഉണ്ടാകുന്നത്. 250 രൂപ വെച്ചെടുത്ത് അത് സ്വരുക്കൂട്ടി ഈ നാട്ടിലുള്ള മാത്രമല്ല ഈ നാട്ടിൽ കൊടുക്കുക. സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേദന അനുഭവിക്കുന്നവർക്ക്, യാതന അനുഭവിക്കുന്നവർക്ക്, രോഗികൾക്ക്, നിത്യരോഗികൾക്ക്, താങ്കൾ തണലുമായി ആരും ഇല്ലാത്തവർക്ക്, ക്യാൻസർ രോഗികൾക്ക്, അങ്ങനെയുള്ള ഒരുപാട് വ്യക്തികൾക്ക് വലിയ ആശ്വാസമല്ലെങ്കിലും ഒരു ദിവസത്തേക്കെങ്കിലും 10 ദിവസത്തേക്കെങ്കിലും അല്ലെങ്കിൽ 1 മാസത്തേക്കോ 2 മാസത്തേക്കോ ഔഷധത്തിനുള്ള ചെലവ് കൊടുക്കാനുള്ള മനസ്സ് കാണിക്കുക. നിസ്സാര കാര്യമായിട്ട് പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കേണ്ടത് സഹായം കൊടുക്കുന്നുണ്ട്. തയ്യെടുത്താൽ സിനിമാ രംഗത്ത് മരിച്ച ഒരു നല്ലവനായ ഒരു കലാകാരന്റെ അതുപോലെ വിയോഗത്തിൽ മരണമുണ്ട്. അവരെ സഹായിക്കുവാനും അത് സ്വീകരിക്കാനും ഇവിടെ സിനിമാ രംഗത്തുള്ള മാനദണ്ഡമാണ്. അപ്പൊ ഇങ്ങനെയിപ്പോ ഈ റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അതിനൊരു കൗതുകം ആരംഭിക്കാൻ അത്ഭുതം തോന്നി. ഒരു അതിശയമായിട്ട് വായിക്കും. എങ്ങനെ അവർ കൊടുക്കുന്നു ഈ ചെറുപ്പക്കാർ. ആ കിടക്കുന്ന മനസ്സുണ്ട്, മനസ്സ്